ഓക്കെ, എന്തായാലും നോക്കിയോ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് മെയിൻ ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോസ്, നേസൽ പാസേജ്, നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നു. പിന്നെ ട്രക്കിയ ഉണ്ട്, ബ്രോങ്ക ഉണ്ട്, ലങ്സ് ഉണ്ട്, ഡയഫ്രം ഉണ്ട്. ഓക്കെ, അതിൽ നോസ്ട്രലിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഫാരിങ്സിനെ പറ്റിയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാരിങ്സ് എന്ന് പറയുമ്പോൾ എന്താ, പാർട്ട് ഓഫ് ത്രോട്ട് ബിറ്റ്വീൻ മൗത്ത് ആൻഡ് വിൻ പൈപ്പ്, അതിനെയാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. നോസ്ട്രിൽസിൽ നിന്ന് എയർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫാരിങ്സിലോട്ട് പോകുന്നു. എന്നിട്ട് എന്താണ്, then goes into the trachea or windpipe. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മൂന്നാമത്തേത് ലാറിങ്സ് എന്ന് എഴുതിക്കും. ലാറിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പടം ഒരു ഇതുപോലെ കാണിക്കാം. അതിന്റെ പടം കൃത്യമായിട്ട് കാണിക്കുന്നത് അത് എഴുതി എടുത്തു. the upper end of trachea has a voice box called larynx. നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ട്രാക്കിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്യൂബ് which is commonly called windpipe. Commonly called windpipe. It is composed of rings of cartilage, which prevent the collapse of trachea in the absence of air. അതായത് ട്രാക്കിയ എന്ന് പറയുന്ന ഒരു ട്യൂബാണ്, വിൻപൈപ്പ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് കാർട്ടിലേജ് റിങ്സ് ഉണ്ട്. അത് എന്ത് ചെയ്യാന്നറിയോ, അതായത് എന്താ, എയറിന്റെ ആബ്സെൻസിൽ ഇത് ചുരുങ്ങി പോകുന്നതിനെ എന്ത് ചെയ്യും, അത് തടയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എയറിന്റെ ആബ്സെൻസിൽ അത് ചുരുങ്ങിയിരിക്കും. അടുത്തത് അഞ്ചാമത്തേത് ബ്രോങ്കൈ എന്ന് പറയും. ബ്രോങ്കൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? The trachea divides into two smaller tube called bronchi. The two bronchi are connected to the lungs, connected to the two lungs, connected to the two lungs. അടുത്തത് ആറാമത്തേത് ലങ്സ്. ഹൈഫനറ്റ് എഴുതാം. The lungs
the lungs lie in chest cavity which is separated from abdominal which is separated from abdominal cavity by muscular partition muscular partition diaphragm. The lungs are enclosed in a rib cage. Made of bones called ribs. ഓരോന്ന് പടം കാണിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാമേ. എഴുതാനുള്ള ഒന്ന് എഴുതി എടുത്തേക്കെ. ഏഴാമത്തേത് bronchioles. Each bronchiole each bronchus divides into smaller tube called bronchioles. എട്ടാമത്തേത് alveoli. Alveoli എന്ന് പറയുമ്പോൾ they are air sacs at the end of bronchioles. Its walls are very thin and they are surrounded by thin blood capillaries. Gaseous exchange takes place inside alveoli. Millions of alveoli in the lungs provide large area for the exchange of gases.
ഇത്ര എഴുതിക്കോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഫിഗർ ഞാനിപ്പോൾ കാണിക്കാം, സ്ക്രീൻ ഷെയർ ചെയ്യാം, അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ പറയാം. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്താണ് ആ ഒരു ഫിഗർ ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കണ്ടോ, ഓരോ ഭാഗവും കണ്ടോ? നിങ്ങൾ ഓരോ ഭാഗവും നിങ്ങൾ കണ്ടോ? അതിന്റെ മുകളിലോട്ടുള്ള ഭാഗം ഓക്കെ, ഞാൻ ഓരോ പാർട്ട് ഒന്ന് കാണിക്കാം. മുകളിലോട്ടുള്ളത് ഞാൻ വേറെ ഇമേജ് കാണിക്കും. ഇതിനകത്ത് ഇതേ കാണുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നോക്കിയോ, ഈ ഒരു ഭാഗം കണ്ടോ, ട്രാക്കിയ. ഞാൻ നിങ്ങളോട് പറയുന്നത് ട്രാക്കിയ എന്ന് പറയുന്ന ഒരു ട്യൂബാണ്. അതിനെ വിൻ പൈപ്പ് എന്നാണ് പറയുന്നത്. റിംഗ് കാർട്ട് കണ്ടോ, വട്ടത്തിൽ ഇരിക്കുന്ന റിംഗ് ഷേപ്പിലുള്ള ഇത് കണ്ടോ, ഇത് കാർട്ടിലേജ്. ഇത് എന്ത് റിംഗ്സ് ഓഫ് കാർട്ടിലേജ് ആണ്. ഇത് എന്തിനു വേണ്ടി നമ്മളെ സഹായിക്കുമെന്ന് അറിയാമോ? അതായത് ഇത് ചുരുങ്ങി പോയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, വിൻഡ് പോകുന്ന വഴി ചുരുങ്ങി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എയർ അകത്തോട്ട് പോകത്തില്ല, ചത്തുപോകും തന്നെ. മനസ്സിലായോ? അപ്പൊ അത് വിൻ പൈപ്പ് ചുരുങ്ങാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ആ റിംഗ് ഓഫ് കാർട്ടിലേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നത്. അവിടെ എഴുതിയത് ട്രാക്കിയ is a tube which is commonly called as windpipe. It is composed of ring of cartilage which prevents the collapse of trachea in the absence of air. എയർ പോകാത്ത സമയത്ത് അത് ചുരുങ്ങാതിരിക്കാൻ, കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളെ ആ ട്രാക്കിയ സഹായിക്കുന്നു എന്നുള്ളതാണ്. ട്രാക്കിയ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രോങ്കൈനെ പറ്റിയാണ് പഠിച്ചത്. ശരിക്കും ബ്രോങ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രാക്കിയ എന്ത് വന്നു, ട്രാക്കിയ എവിടെ വന്നിട്ടുണ്ട്, രണ്ട് ലങ്സിലോട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇപ്പം ഒരു ലങ്സിന്റെ ഇന്റേണൽ സ്ട്രക്ചറും മറ്റേ അതിന്റെ എക്സ്റ്റേണൽ സ്ട്രക്ചറും ആണ് കാണിച്ചിരിക്കുന്നത് ഓരോ സൈഡിൽ. അപ്പൊ നോക്കി, ഈ വിൻഡ് പൈപ്പ് വന്നിട്ട് രണ്ട് സൈഡിലോട്ടും പോകുന്നു. അപ്പം ഒരെണ്ണം ഒരു ലങ്സിന്റെ അകത്തോട്ടും മറ്റേ ലങ്സിന്റെ അകത്തോട്ടും. ആ ലങ്സിനകത്തോട്ട് കയറുന്ന ആ ഒരു ജംഗ്ഷൻ പറയുന്ന പേരാണ് ഈ ബ്രോങ്കൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രോങ്കസ് എന്ന് പറയും. ഓക്കെ, രണ്ട് ബ്രോങ്കൈ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിലോട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനിയും നേരെ ലങ്സിലോട്ട് കയറുവാണ്. ലങ്സ് കണ്ട ചെസ്റ്റ് ക്യാവിറ്റി, ചെസ്റ്റ് ക്യാവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലങ്സ് ഇരിക്കുന്നത്. അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, റിബ് കേജിനകത്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഡയഫ്രം ആണ് ഇതിന്റെ, ഈ ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എയർ അകത്തോട്ട് എടുക്കുമ്പോണ്ടോ ഇതിങ്ങനെ പൊങ്ങത്തില്ല. ഇപ്പൊ ഡയഫ്രം ആണ് പൊങ്ങി വരുന്നത്, മനസ്സിലായോ? അപ്പൊ ഡയഫ്രത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്നതിനനുസരിച്ച് ഡയഫ്രത്തിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്യും, ഡയഫ്രം എന്ത് ചെയ്യും, ഡയലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കൺസ്ട്രിക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ലങ്സ് ലൈ ഇൻ ദ ചെസ്റ്റ് ക്യാവിറ്റി വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഫ്രം അബ്ഡോമിനൽ ക്യാവിറ്റി ബൈ എ മസ്കുലർ പോർഷൻ കോൾഡ് ഡയഫ്രം. ഉണ്ടോ? അതായത് അബ്ഡോമൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വയറിന്റെ ഭാഗവും ലങ്സിന്റെ ഭാഗവും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു റീജിയനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഈ ഭാഗം ഇനിയും നമുക്ക് ബ്രോങ്കിയോൾസ് ഉണ്ട്. ലങ്സിനകത്തോട്ട് വീണ്ടും കയറാം. ഈ ബ്രോങ്കസ് കണ്ടോ, ഇങ്ങനെ നേരെ ഇതാക്കിയിട്ട് നേരെ പോയിട്ട് എവിടെയിലോട്ടാ പോകുന്നത്, ആ ഒരു ഇതിലോട്ടാ പോകുന്നത്. അതായത് ഈ ബ്രാഞ്ചസ് പോലെ കണ്ടോ, മരത്തിന്റെ വേര് പോലെ കണ്ടോ, അതായത് മെയിൻ വേര് ഇങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു, അത് കുറെ ശിഖരങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ശിഖരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. ഈ ബ്രോങ്കിയോൾസിന്റെ അറ്റത്താണ് ആൽവിയോളൈസ് ഇരിക്കുന്നത്. ഞാൻ നോക്കട്ടെ, ഇവിടെ വല്ല ഇതിന്റെ മുകളിലത്തെ ഭാഗം നമുക്ക് പഠിക്കാൻ ഇല്ലാത്ത ഭാഗം. വേറെ ഇമേജ് എടുക്കാം. വേറെ
ഓക്കെ. ഇവിടെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതായത് നോസിന്ന് കണ്ട നേസൽ ക്യാവിറ്റി ആണിത്. നേസൽ ക്യാവിറ്റിന്ന് നേരെ എന്ത് ചെയ്യുന്നു, ഇത് നേരെ എന്താണ് നമ്മുടെ ഫാരിങ്സ് എന്ന് പറയുമ്പോൾ കണ്ട ഈ ഒരു ഭാഗമാണ്, അതായത് നമ്മുടെ മൗത്തിന്റെ പിൻഭാഗമാണ് അല്ലെങ്കിൽ മൗത്തിന്റെ അകംഭാഗമാണ് ശരിക്കും ഫാരിങ്സ് എന്ന് പറയുന്നത്. അത് നേരെ എന്ത് ചെയ്യുന്നു, ലാരിങ്സിലോട്ട് വരുന്നു. ലാരിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എപ്പിഗ്ലോട്ടിസ് ഇല്ലേ, അതായത് ഈ പറയുന്നത് ഈ കഴുത്തിന്റെ ഈ ഭാഗത്തൊരു ഒരു ഒരു മുഴ പോലൊരു സാധനമില്ലേ, അതിന്റെ ബാക്ക് സൈഡിൽ കൂടെ വന്ന് ഇത് നേരെ വന്ന് ട്രാക്കിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. കണ്ടോ, ട്രാക്കിയയിൽ കാർട്ടിലേജ് ഉണ്ട്. ആ കാർട്ടിലേജ് കണ്ടോ രണ്ട് ബ്രോങ്കയിൽ എന്ത് ചെയ്യുന്നു, ജോയിൻ ആവുന്നു. ആ ബ്രോങ്കയാണ് പിന്നെ ഈ വേര് പോലെയുള്ള ബ്രോങ്കിയോൾസിന്റെ അടുത്തേക്ക് പോകുന്നു. അതിന്റെ ടിപ്പിലായിട്ട്, ഈ ബ്രോങ്കിയോൾസിന്റെ ഒക്കെ ടിപ്പിലായിട്ട് കണ്ടോ ഇവിടെ ഈ ഒരു ഭാഗം, ഇതിനെ ആൽവിയോളൈ എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ ആൽവിയോളയിൽ ചെറിയ ചെറിയ എന്തുണ്ട്, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ശ്വസിച്ച ഓക്സിജൻ എന്ത് ചെയ്യുന്നു, ഈ ആൽവിയോളയിൽ വരെ എത്തിയിട്ട് ആ ബ്ലഡിലേക്ക് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ലയിക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ അങ്ങോട്ടേക്ക് ലയിക്കുക. തിരിച്ച് അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നു, ലയിച്ചിട്ട് ബ്ലഡ് ഉച്ചി മുതൽ കണങ്കാല് വരെയുള്ള എല്ലാ സെല്ലുകളിലും പോയിട്ട് ആ ഓക്സിജൻ അവിടെയുള്ള ഗ്ലൂക്കോസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. കൂടെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. ആ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് വീണ്ടും ബ്ലഡിൽ അലിഞ്ഞിട്ട് വീണ്ടും ഈ ആൽവിയോളൈ വരെ, ബ്ലഡ് കാപ്പിലറീസ് വരെ എത്തിയിട്ട് അത് എന്ത് ചെയ്യുന്നു, ആൽവിയോളയിലോട്ട് വന്നിട്ട് അത് നേരെ ബ്രോങ്കിയോൾസ് വഴി, ബ്രോങ്കസ് വഴി, വിൻഡ് പൈപ്പ് വഴി, എന്താണ് ലാറിങ്സ് വഴി, ഫാരിങ്സ് വഴി, നോസ് വഴി, നേസൽ ക്യാവിറ്റി വഴി, നോസ് വഴി എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് പോകുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷന്റെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഡയഫ്രം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഭാഗം, ഈ ബ്രൗൺ ഭാഗത്തെയാണ് ഡയഫ്രം. അതായത് നമ്മുടെ വയറിന്റെ ഭാഗവും നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗവും അല്ലെങ്കിൽ നമ്മുടെ ലങ്സിന്റെ ഭാഗവും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയഫ്രം എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കാം. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒരു 12th ലെവലിലുള്ള ഒരു കണ്ട, ഇതിനകത്ത് വേറെ കുറെ ലോബിനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ 12th ലെവലിൽ നിങ്ങൾക്ക് എന്താണ് ബയോളജി പഠിക്കുമ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും. ഓക്കെ. അപ്പം ഇത്രമേ ഉള്ളൂ ആ ഭാഗം. ഇനിയും നമുക്ക് ഇതിന്റെ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ഒന്ന് നോക്കാം.